നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതൊരു ദുരന്ത യാത്രയായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർ കൈകാലുകളിൽ വിലങ്ങുമായി 40 മണിക്കൂറുകൾ. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും അവർ പാടുപെട്ടു. സൈനിക വിമാനത്തിൽ കൈകാലുകളിൽ വിലങ്ങ് വെച്ചാണ് തങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഇന്ത്യയിലെത്തിയ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർ പറയുന്നു. കാലുകളും കൈകളുമൊക്കെ വിലങ്ങുകളാൽ ബന്ധിച്ചിരുന്നു. സീറ്റുകളിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ. വാഷ്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടി. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. സൈനിക വിമാനത്തിലേക്ക് തങ്ങളെ കയറ്റുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് വിലങ്ങുകൾ അഴിച്ചത് എന്ന് യാത്രക്കാർ പറയുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പിന്നീട് പറഞ്ഞു. 40 മണിക്കൂറുകൾ നീണ്ട യാത്ര. കൈകളിലും കാലുകളിലുമൊക്കെ വിലങ്ങുകൾ. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ. നിരന്തരമായ അഭ്യർത്ഥനകൾക്ക് ശേഷമാണ് ഒടുവിൽ വാഷ്റൂമിലേക്ക് പോകാൻ പോലും അനുവദിച്ചത്. കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മാനസികമായി തങ്ങൾ ഏറെ തളർന്നിരുന്നുവെന്നാണ് അവർ പറയുന്നത്. ഇതിനിടയിൽ US-ൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈവിലങ്ങ് വെച്ച് അപമാനിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇപ്രകാരമായിരുന്നോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന ചോദ്യവുമായി മറ്റൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ നിരന്നു. 2013-ൽ ഇന്ത്യൻ നയതന്ത്രജ്ഞ ദേവയാനി കോബ്രഗഡയോട് മോശമായി പെരുമാറിയതിനെതിരെ അന്നത്തെ UPA സർക്കാർ ശക്തമായി പ്രതികരിച്ചതുകൊണ്ടാണ് അമേരിക്ക ഖേദം പ്രകടിപ്പിച്ചത്. ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ചാണ് അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ ആദ്യം കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു. ആദ്യം പുറത്തുവന്ന ചിത്രങ്ങൾ ഗോട്ടിമാലയിലേക്ക് നാടുകടത്തിയവരുടേതാണ് എന്ന് PIB വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇന്ത്യ. അനധികൃത കുടിയേറ്റക്കാർക്ക് പിന്നെ ഉമ്മ കൊടുത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചുവിടണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അവർ അനധികൃത കുടിയേറ്റക്കാർ തന്നെയാണ്. ട്രംപിന്റെ പ്രതികരണങ്ങൾ വ്യക്തമാണ്. സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കും ലോകരാജ്യങ്ങൾക്കും ശക്തമായ സന്ദേശം നൽകാനാണ് എന്ന് ട്രംപ് പറയുന്നു. ക്രിമിനൽസ്, ഏലിയൻസ്, US-നെ ആക്രമിക്കുന്നവർ എന്നിങ്ങനെയാണ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനധികൃതമായാണ് US-ലേക്ക് കടന്നതെങ്കിൽ ഗുരുതര ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായി നിയമവിരുദ്ധ അന്യഗ്രഹ ജീവികളെ സൈനിക വിമാനങ്ങളിൽ തിരികെ പറത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത്. അനധികൃത കുടിയേറ്റം ആരോപിച്ച് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് അമൃത്സർ വിമാനത്താവളത്തിലെത്തിയത്. അമേരിക്കൻ സൈന്യത്തിന്റെ C-17 വിമാനം മണിക്കൂറിന് 25 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇന്ത്യക്കാരെ അവരുടെ സ്വന്തം നാട്ടിൽ അമേരിക്ക എത്തിച്ചത്. സാധാരണഗതിയിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ചാർട്ട് ചെയ്യുന്ന വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത്. എന്നാൽ ഇത്തവണ C-17, C-130 എന്നീ സൈനിക വിമാനങ്ങൾ US ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. ഇന്ത്യയെ കൂടാതെ ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ്, ഇക്വഡോർ എന്നിവിടങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ അമേരിക്ക ഇത്തവണ ഉപയോഗിച്ചത് സൈനിക വിമാനങ്ങൾ തന്നെ. സൈനിക വിമാനങ്ങൾ ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ അമേരിക്കയിൽ പോലും കനത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കൊളംബിയയും മെക്സിക്കോയും പോലുള്ള രാജ്യങ്ങൾ നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരുമായി US സൈനിക വിമാനത്തിന് ഇറങ്ങാൻ അനുമതി നിഷേധിച്ചു. സാധാരണ യുദ്ധമുഖത്തും ദുരന്ത മേഖലയിലുമൊക്കെ സേവനം ചെയ്യുന്നവയാണ് സൈനിക വിമാനങ്ങൾ. ചാർട്ടർ വിമാനങ്ങളെക്കാൾ ഇവയ്ക്ക് പല മടങ്ങ് ചെലവ് കൂടും. സൈനിക വിമാനത്തിൽ ഒരാളെ നാടുകടത്തുന്നതിനുള്ള ചെലവ് $4,675 അഥവാ 4 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ചുരുക്കത്തിൽ യാത്രാ വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ 5 ഇരട്ടിയോളം വരും ഇത്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് 55,000 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചെലവ്. ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ അയക്കാൻ ഉപയോഗിച്ച C-17 സൈനിക വിമാനം പറക്കാൻ മണിക്കൂറിന് $28,500 ആവശ്യമാണ് എന്ന് കണക്കുകൾ പറയുന്നു. ഏകദേശം 24,90,559 രൂപ. അമേരിക്ക തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ വിമാനത്താവളത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ പരിശോധിക്കുകയാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. US-ന്റെ തീരുമാനം നിരാശാജനകമെന്നാണ് പഞ്ചാബ് NRI മന്ത്രി കുൽദീപ് പറഞ്ഞത്. US-ലെ പഞ്ചാബികളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ധരിവാൾ കൂട്ടിച്ചേർത്തു. US തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ആകെയുള്ളത് 15 ലക്ഷം. ഇവരിൽ 18,000 പേർ ഇന്ത്യക്കാരാണ്. നാടുകടത്തലിന്റെ ഭാഗമായി ഇതിനകം തന്നെ 5,000-ലധികം പേരെ ട്രംപ് ഭരണകൂടം തടവിലാക്കി കഴിഞ്ഞു. എൽപാസോ, ടെക്സസ്, സാൻഡിയാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ പറന്നുയരുന്നത്. 205 അനധികൃത കുടിയേറ്റക്കാരുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ സൈന്യത്തിന്റെ കൂറ്റൻ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തെക്കുറിച്ചുള്ള വാർത്തകളും ലോകമാധ്യമങ്ങളിൽ നിറയുന്നു. US മുൻപ് നിരവധി ദൗത്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വിമാനമാണ് C-17. ബോയിങ്ങിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരമാവധി 130 പേരെ മാത്രം വഹിക്കാൻ കഴിയുന്ന വിമാനത്തിൽ 205 യാത്രക്കാരെയാണ് കുത്തിനിറച്ച് ഇന്ത്യയിലേക്ക് ഈ വിമാനം പുറപ്പെട്ടത്. അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സും ഈ വിമാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. US കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ. തന്റെ ആദ്യ ടേബിൾ ട്രംപ് ഇന്ത്യയിലെത്തിയപ്പോൾ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളും അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നു. ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ കാഡിലാക് 1, സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങി മറീന 1 എന്ന ഹെലികോപ്റ്റർ വരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചത് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ. അന്ന് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇത്തരത്തിലുള്ള 6 C-17 വിമാനങ്ങളാണ് ഇന്ത്യയിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് C-17 ഗ്ലോബ് മാസ്റ്റർ. മുൻപ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ രക്ഷാദൗത്യത്തിൽ ഇത്തരം ഗ്ലോബ് മാസ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 2021-ൽ 823 പേരെ വഹിച്ചാണ് കൂറ്റൻ വിമാനം പറന്നുയർന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തെവിടെയും ലാൻഡ് ചെയ്യാൻ ഈ C-17 വിമാനങ്ങൾക്ക് കഴിയും. അമേരിക്ക തങ്ങളുടെ C-17 സൈനിക വിമാനത്തിൽ കയറ്റി അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമ്പോൾ ആ സന്ദേശം വ്യക്തമാണ്. അനധികൃത കുടിയേറ്റക്കാരെ ഇനി അമേരിക്ക വെച്ചുപുറപ്പിക്കില്ല, അതിനി ഇന്ത്യയാണെങ്കിൽ പോലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.